ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിരുന്നു അവരുടെ സിലബസിൽ വന്നിട്ടുള്ള മാറ്റം. ധാരാളം പേര് ടെന്റേറ്റീവ് സിലബസ് ഉപയോഗിച്ച് അവരുടെ പ്രിപ്പറേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയതായിട്ട് വന്ന സിലബസിൽ അടിമുടി ധാരാളം മാറ്റങ്ങളുണ്ട്. പക്ഷേ എക്സാം തീയതിയിൽ യാതൊരു വ്യത്യാസവുമില്ല. അതായത് നിങ്ങൾക്ക് ഈ വരുന്ന 2026 ജൂൺ 18 തന്നെ എക്സാം നടക്കും. അപ്പൊ എങ്ങനെ നോക്കിയാലും നമുക്കിനി നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത് ഏകദേശം ഒരു 55+ ഡേയ്സ് ആണ്. നമുക്ക് 2 മാസം തികച്ചില്ല, ഒരു 55ഓളം ദിവസങ്ങളാണ് നമുക്ക് ഇനി നമ്മുടെ മുന്നിൽ ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിലബസ് നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഡിസിപ്ലിൻസിൽ നിന്നുമാണ് നമുക്ക് സിലബസിൽ ഓരോ ടോപ്പിക്കും അസൈൻ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും 4 സബ്ജക്റ്റുകളാണുള്ളത്. അപ്പൊ പൂർണ്ണമായിട്ടും സിലബസ് കവർ ചെയ്ത് പൂർണ്ണമായിട്ടും എക്സാമിന് സജ്ജമാകുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപക്ഷെ സാധിക്കണമെന്നുമില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്ട്രാറ്റജിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. കാറ്റഗറി നമ്പർ നമുക്കറിയാവുന്നതുപോലെ 414/2025 ആണ്. റിസർച്ച് ഓഫീസർ എന്ന പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. 24,415 ആപ്ലിക്കൻസ് ആണുള്ളത്. അതിൽ തന്നെ കൺഫർമേഷൻ നൽകിയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 18,751 ആണ്. എക്സാം വരുന്നത് 2026 ജൂൺ 18 കൺഫർമേഷൻ നിങ്ങൾക്ക് 23/3/2026 മുതൽ 11/4/2026 വരെ നൽകാൻ സാധിക്കുമായിരുന്നു. അഡ്മിഷൻ ടിക്കറ്റ് 4/6/2026 മുതൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആയി തുടങ്ങും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എക്സാമിന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷന്റെയും ആ എക്സാമിന്റെയും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നിലവിലുള്ള ഈ സാഹചര്യത്തെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് സിലബസിന്റെ മാറ്റം അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഈ സിലബസിന്റെ മാറ്റം കാരണം ടെന്റേറ്റീവ് സിലബസ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ പിന്മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോഴുള്ള ഈ ഒരു അവസരത്തെ വളരെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോടെ യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിനായിട്ട് എങ്ങനെ പഠിക്കാം എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിന്റെ വീഡിയോ എല്ലാം ഈ ഒരു ചാനലിൽ തന്നെ മുൻപും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിലബസ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, വളരെ ധാരാളമായിട്ടുള്ള ഒരു വളരെ വലിയൊരു വാസ്റ്റ് സിലബസ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ സിലബസിൽ നിന്നും നമുക്ക് സെലക്റ്റീവ് ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് സെലക്റ്റീവ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് അത് കവർ ചെയ്യാം, അത് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്യുക, എന്തിന്റെ ബേസിസിലാണ് ഈ ടോപ്പിക്സ് സെലക്ട് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതേ ഒരു റേഞ്ചിൽ, അതായത് ഈ ഒരു സെയിം രീതിയിൽ തന്നെ മുൻ വർഷങ്ങളിൽ നടന്നിട്ടുള്ള ധാരാളം PSC തന്നെ എക്സാമുകളുണ്ട്. ഈ എക്സാമുകൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാമായിരുന്ന, അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയാസ് എല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക, ഏതൊക്കെ ടോപ്പിക്സ് ആണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഒന്നുകൂടെ പറയാണ്. അതായത് ഡിഫറെന്റ് ഡിസിപ്ലിൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫും തീർച്ചയായിട്ടും വളരെ കുറവായിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതൽ. ഓക്കെ, അപ്പോൾ കട്ട് ഓഫും ഉയർന്ന ഒരു കട്ട് ഓഫ് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ട. കാരണം സിലബസിൽ വന്നിട്ടുള്ള പെട്ടെന്നുള്ള ഒരു മാറ്റം, അങ്ങനെയുള്ള ധാരാളം ഫാക്ടേഴ്സ് കട്ട് ഓഫിനെയും തീർച്ചയായിട്ടും അഫക്ട് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഇനിയുള്ള സമയം വിനിയോഗിക്കാം, അത് സ്മാർട്ട് ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സിലബസ് ഓവർവ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ഭാഗങ്ങളിൽ നിന്നാണ്, 4 സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിക്സ്, കൊമേഴ്സ് എന്നിങ്ങനെയാണ് ആ 4 ഭാഗങ്ങൾ വരുന്നത്, 4 സബ്ജക്ട് വരുന്നത്. ഓരോ സബ്ജക്റ്റിൽ നിന്നും 25 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഉള്ളത്. അങ്ങനെ ആകെ 100 മാർക്കിന്റെ ഒരു OMR എക്സാം ആണ് നമുക്ക് നടക്കാനിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പൊ ആദ്യം എക്കണോമിക്സിൽ നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും എക്കണോമിക്സിൽ നോക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ 25 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള മൈക്രോ എക്കണോമിക് തിയറി 4 മാർക്കിന്റെ മൊഡ്യൂൾ. മൊഡ്യൂൾ 2 മാക്രോ എക്കണോമിക് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് 4 മാർക്ക്. മൂന്നാമത്തെ മൊഡ്യൂൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് 4 മാർക്ക്. നാലാമത്തെ മൊഡ്യൂൾ ഫിസ്ക്കൽ ഫെഡറലിസം ആൻഡ് ബഡ്ജറ്റിംഗ് ഇൻ ഇന്ത്യ 4 മാർക്ക്. മൊഡ്യൂൾ 5 ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഓഫ് ഇന്ത്യ 3 മാർക്ക്. മൊഡ്യൂൾ 5 എ പ്രൊഫൈൽ ഓഫ് ദ എക്കണോമി ഓഫ് കേരള 3 മാർക്ക്. അടുത്ത മൊഡ്യൂള് ബേസിക് എക്കണോമെട്രിക്സ് 3 മാർക്ക്. അപ്പോൾ ഇങ്ങനെ 7 മൊഡ്യൂൾസുകളാണ് ഉള്ളത്. അപ്പോൾ ഈ മൊഡ്യൂൾസുകളിൽ നിന്നും നമുക്ക് സെലക്റ്റീവ് ആയിട്ട് ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏരിയാസ് നമുക്ക് സെലക്റ്റീവ് ആയിട്ട് പഠിക്കുന്നത് വളരെ ഉപകാരം ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ക്വസ്റ്റ്യൻ റെഫറൻസ് സോഴ്സുകൾ ഇതൊക്കെയാണ്: സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ്, ഡിഗ്രി ലെവൽ പ്രിലിമിനറി പ്ലസ് മെയിൻസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ്, സെറ്റിന്റെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ്, നെറ്റിന്റെ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് എന്നിവയെല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിന്റെ PYQs എല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. ഈ PYQs എല്ലാം നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സും കാര്യങ്ങളും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും എല്ലാം ഈ സിലബസിൽ നിന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് ഇനിയുള്ള സബ്ജക്റ്റും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോ രണ്ടാമത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സിൽ നിന്ന് 25 മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോ യൂണിറ്റ് ഇതൊക്കെയാണ്: ലീനിയർ ആൾജിബ്ര 5 മാർക്ക്, ഫണ്ടമെന്റൽ ഫങ്ഷണൽ അനാലിസിസ് 2 മാർക്ക്, ആബ്സ്ട്രാക്ട് ആൾജിബ്ര 3 മാർക്ക്, റിയൽ അനാലിസിസ് 5 മാർക്ക്, ടോപ്പോളജി 2 മാർക്ക്, കോംപ്ലക്സ് അനാലിസിസ് 5 മാർക്ക്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ 3 മാർക്ക്. എന്നിവയാണ് നമുക്ക് നോക്കേണ്ട പ്രധാനപ്പെട്ട മൊഡ്യൂൾസ്, മാത്തമാറ്റിക്സിലെ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ഈ മൊഡ്യൂൾസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ക്വസ്റ്റ്യൻ സോഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ റെഫറൻസുകൾ എന്ന് പറയുന്നത് HSSTയുടെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ, റിസർച്ച് ഓഫീസർ, റിസർച്ച് അസിസ്റ്റന്റ്, അതുപോലെ സെറ്റ്, നെറ്റ് ഇതിന്റെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് എന്നിവ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് സെലക്ടഡ് ടോപ്പിക്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ സിലബസിലേക്ക് ആവശ്യമായിട്ടുള്ള ചില സെലക്ടഡ് ടോപ്പിക്സ് ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ എടുത്താൽ മതിയാവും. അതും ശ്രദ്ധിക്കുക, ഇതിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കണമെന്നല്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മുടെ സിലബസിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിൽ നമുക്ക് പ്രധാനമായിട്ട് തോന്നുന്ന എല്ലാ മൊഡ്യൂൾസും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും പഠിക്കുക എന്നുള്ളതാണ്. തിയറി നമുക്ക് പറ്റുന്നിടത്തോളം തിയറി കവർ ചെയ്യുക, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. മാക്സിമം നമുക്ക് തിയറി പറ്റാവുന്നിടത്തോളം കവർ ചെയ്യുക. പ്ലസ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 25 മാർക്കിനാണ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ അതില് മൊഡ്യൂൾ 1 സാമ്പിളിംഗ് ആണ് 6 മാർക്ക്. രണ്ടാമത്തെ മൊഡ്യൂൾ പ്രോബബിലിറ്റി ആൻഡ് റാൻഡം വേരിയബിൾസ് ആണ് 3 മാർക്ക്. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻസ് 2 മാർക്ക്, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് 2 മാർക്ക്, എസ്റ്റിമേഷൻ 3 മാർക്ക്, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് 3 മാർക്ക്, ലീനിയർ റിഗ്രഷൻ 2 മാർക്ക്, ടൈം സീരീസ് 2 മാർക്ക്, ഇൻഡെക്സ് നമ്പേഴ്സ് 1 മാർക്ക്, വൈറ്റൽ സ്റ്റാറ്റിക്സ് 1 മാർക്ക്. അപ്പൊ ഇങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് മൊഡ്യൂൾസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ മൊഡ്യൂൾസിൽ നമുക്ക് പറ്റാവുന്നിടത്തോളം കാര്യം എന്തൊക്കെയാണോ അത് മാക്സിമം നമുക്ക് പറ്റാവുന്ന തിയറി പാർട്ട് നമ്മൾ പഠിച്ചു തീർക്കുക, അത് കവർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇതിനായിട്ട് ഉപയോഗിക്കാവുന്ന ക്വസ്റ്റ്യൻ സോഴ്സുകൾ എന്ന് പറയുന്നത് HSSTയുടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് യൂസ് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാം, റിസർച്ച് ഓഫീസർ, അതുപോലെ റിസർച്ച് അസിസ്റ്റന്റ്, സെറ്റിന്റെയും നെറ്റിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടെ പറയാണ്, ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ക്വസ്റ്റ്യൻസിൽ നിന്നല്ല നമുക്ക് സെലക്ടഡ് ടോപ്പിക്സ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സബ്ജക്ട് കൊമേഴ്സ് ആണ്. 25 മാർക്കിന്റെ ചോദ്യം. അപ്പൊ നമ്മൾ മൊഡ്യൂൾസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 3 മൊഡ്യൂൾസ്, അതായത് 1, 2, 3 ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് 3 മാർക്കിന്റെ ചോദ്യം. നാലാമത്തെ മൊഡ്യൂൾ അഡ്വാൻസ്ഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് എമർജിംഗ് ഏരിയാസ് ആണ് 3 മാർക്ക്. അഞ്ചാമത്തെ മൊഡ്യൂള് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ് 2 മാർക്ക്. മൊഡ്യൂൾ 6 കോസ്റ്റ് അക്കൗണ്ടിംഗ് 2 മാർക്ക്. ഏഴാമത്തെ മൊഡ്യൂൾ ഡയറക്റ്റ് ടാക്സേഷൻ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് 2 മാർക്ക്. എട്ടാമത്തെ മൊഡ്യൂള് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, നമ്മുടെ GST 2 മാർക്ക്. അതുപോലെ 9 മാനേജറിയൽ എക്കണോമിക്സ് 2 മാർക്ക്. 10 ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് ബിസിനസ് 3 മാർക്ക്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പിക്സ് വരുന്നത്.
ഇനി നമുക്ക് ഇതിന് റിലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ജനറൽ സർവീസ്, ഡിവിഷണൽ അക്കൗണ്ടൻസ് ഓഫീസർ KSEB, അക്കൗണ്ടന്റ് ഇൻ കമ്പനി ബോർഡ് കോർപ്പറേഷൻ എന്നീ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ സെലക്ടഡ് ടോപ്പിക്സും അതോടൊപ്പം കൊമേഴ്സിന്റെ നെറ്റ് സെറ്റ് എന്നീ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിനായിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ സോഴ്സ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോ നമ്മുടെ റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതിന്റെ പ്രധാനപ്പെട്ട ചലഞ്ചസും കാര്യങ്ങളും എല്ലാം നമ്മൾ അഡ്രസ് ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് ആദ്യ റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ടെക് PSC നിങ്ങൾക്കായി റിസർച്ച് ഓഫീസർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്, ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ബാച്ചിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് എക്സാം തീയതി വരെയും ലഭിക്കും. അതോടൊപ്പം ഡൗൺലോഡബിൾ ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ എപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും ഉണ്ടാകും എന്നത് മാത്രമല്ല, ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങളും തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം ഇന്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങളും മറ്റ് സംശയങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുന്നതിനായിട്ടും അതോടൊപ്പം ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ടെക് PSCയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ. സ്ക്രീനിന്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെയും വിജയാശംസ അറിയിക്കുകയാണ്. താങ്ക്